നബി തങ്ങൾ പറഞ്ഞു തുബ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ. ആ സ്വഹാബി വര്യൻ പറഞ്ഞു നബിയേ വഅഊദു, ഞാൻ വീണ്ടും തെറ്റിലേക്ക് മടങ്ങുന്നു റസൂലേ, ഞാൻ പാപം വീണ്ടും ചെയ്യുകയാണ്. ഞാൻ വീണ്ടും തെറ്റുകാരനല്ല, വീണ്ടും തെറ്റിലേക്ക് മടങ്ങാൻ. തൗബ ചെയ്തു വീണ്ടും തെറ്റിയാൻ, അതാണ് ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ. 27 തൗബ ചെയ്തിട്ട് പെരുന്നാളിലന്ന് പോയിട്ട് നല്ല റിലീസിന്റെ പടം പോയി കാണുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇനിയിപ്പോൾ ഈ റമദാൻ കാത്തിരിക്കാൻ നേരത്തെ എമ്പുരാൻ പോയി കാണണമെന്നുള്ള നീയത്തിൽ ഇപ്പോഴേ എത്തിക്കാഫായിട്ടിരിക്കുന്ന കൗമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിന് ട്രീസർ ഇറങ്ങി അന്ന് കണ്ടു തീർന്നാൽ മതി. റാഹത്ത് റമദാനിൽ ഇറങ്ങുന്ന എന്നാൽ പിന്നെ നേരത്തെ തന്നെ കണ്ടോണം. നമ്മുടെ കൗമ തന്നെ കാണാനും പോകും. പെരുന്നാളൊന്നും ആവണ്ട, നേരത്തെ എപ്പോൾ റിലീസ്, ഓരോ പടങ്ങൾ റിലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണല്ലോ. റമദാൻ 1-ന്റെ അന്ന് റിലീസ് ചെയ്യുമോ പുതിയ പടം? ചെയ്യത്തില്ല. എന്താ കാരണം? നമ്മുടെ കൗമ വരണം, എന്നാലേ വിജയിക്കുള്ളൂ. 500 കോടി 50 കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്ക വരണം. കാക്ക വരെ കുടുംബസമേതം വരുന്നാലേ റാഹത്താവും. അതുകൊണ്ട് പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് നല്ല ദിവസം നോക്കിയിട്ടേ ഉള്ളൂ, വെള്ളിയാഴ്ച ദിവസം. കാരണം ജുമാ മുടക്കിയിട്ട് നല്ല ശൈത്താൻ, ഏറ്റവും കൊടിയ ശൈത്താൻ വരുന്നുണ്ട്. അവൻ വരുമ്പോൾ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം റിലീസ് വെച്ചിരിക്കുന്നത്. അല്ലാതെ പടം റിലീസ് ചെയ്യുന്നവരും ജുമാ ദിവസത്തിന്റെ മഹത്വവും പൂരിശയും മഹത്വമാക്കിയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ റിലീസ് ചെയ്തതാണോ? അങ്ങനെയാണോ? അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെരുന്നാളിന് അന്ന് റിലീസ്. കാരണം എന്താ? പെരുന്നാൾ ആഘോഷിക്കല്ല, മറിച്ച് നല്ല കൗമ വരാണ്ട്. നമ്മുടെ കൗമ ഒന്നെങ്കിലും എല്ലാം വിജയിക്കുള്ളൂ. 50 കോടി 500 കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്കായും പിള്ളേരും വരണം, താത്താക്ക് വരണം. താത്താക്ക് ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ട് സിനിമ കണ്ടി കൊണ്ട് ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ അഭിനയം, എൻ്റെ മകൻ ഇത്രയും നല്ലപോലെ അഭിനയിച്ച് അടുത്തൊന്നും കണ്ടിട്ടില്ല. പർദ്ദ ധരിച്ച് താത്ത പറയുക, നരയിച്ചു വെക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് ലോകം. മുമ്പ് സിനിമ കാണാൻ പോകുന്നവർ ഒളിച്ചും പാത്തും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ക്യാമറ കാണുമ്പോൾ അതിന്റെ മുന്നിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും, നല്ല പടമാണ്, എല്ലാവരും കുടുംബസമേതം പറയണം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന കോമായി മാറി. മുമ്പ് ഈ ക്യാമറ കാണുമ്പോൾ ഒളിച്ചു പോവായിരുന്നു. അപ്പൊ അതിന്റെ മുന്നിൽ കൂടെ പോയിട്ട് ആയത്തല്ലേ നേരത്തെ കാണിച്ചിട്ട് പോകും. കുറെ പേര് ആറാട്ടൻ്റെ ഫാൻസാണ്, അവനെ ഓടിച്ചപ്പോൾ ഇപ്പൊ കുറെ പേർക്ക് വിഷമമുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. എവിടെയാണ് നമ്മുടെ തലമുറ? ഒന്ന് ആലോചിച്ച് നോക്ക്. പല ആളുകളും റമദാനിൽ പോലും നോമ്പ് നോൽക്കുന്നുണ്ട്, എന്നിട്ട് എത്രയോ സിനിമ ഇരുന്ന് അങ്ങനെ കണ്ടു തീർക്കുക. അങ്ങനത്തെ പരിപാടി. ഉദരം കൊണ്ട് നോമ്പ് പിടിക്കുക, വൈറലിന് നോമ്പാണ്. എന്നിട്ട് എന്ത് ചെയ്യാ? സിനിമ ഒന്ന് കയറ്റി തറാവീനെ എല്ലാം മാർക്കെങ്കിൽ മാർക്ക് എന്തെങ്കിലും എൻ്റെ കയറി എന്നിട്ടുള്ള പടമൊക്കെ കയറ്റി റാഹത്തായിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുക പകല് മുഴുവൻ. വല്ല കൂലിയുണ്ടോ? ഒരു കൂലിയുമില്ല. പുതിയ തലമുറയുടെ ട്രെൻഡ് ഇതൊക്കെയാണ്. പകലിരുന്നിട്ട് എല്ലാ വീഡിയോ ഇരുന്ന് കാണുകയാണ്. കാരണം തലേ ദിവസം ബെല്ലൈക്കൺ അമർത്തി വെട്ടി പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പല ചാനലും. ഇതെല്ലാം കണ്ടിരിക്കണം. അതുകൊണ്ട് ഏത്തിക്കാഫ് ഇരുന്നിട്ട് ഫുള്ളിരുന്ന് കാണുക. എങ്ങനെ നമ്മുടെ നോമ്പ് ശരിയാവും? നോമ്പൊന്നും സ്വീകരിക്കൂല. നിങ്ങൾ മനസ്സിലാക്കുന്നത് വയറുകൊണ്ട് കുറച്ച് പട്ടിണി കിടന്ന നോമ്പാവുന്നാണോ? അതൊന്നും നോമ്പല്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മല്ലം യദഅ ഖൗല സൂർ മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തഅമഹു വശറാബാ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നോമ്പ് നോൽക്കുന്നതായ ചില ആളുകളുണ്ട്. അവരതാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുന്നില്ല. നോമ്പ് നോൽക്കുകയാണ്, എന്നിട്ട് സിനിമ കാണുകയാണ്, സീരിയൽ ദർശിക്കുകയാണ്, അശ്ലീലമായ ഭാഷണങ്ങൾ നടത്തുകയാണ്, ഹറാമായ സംസാരങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിക്കുകയാണ്, ഏഷണി പറയുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുകയാണ്, അനാവശ്യ ചെയ്തികൾ ചെയ്യുകയാണ്. കാണാത്ത സിനിമകളില്ല, കാണാത്തതാകുന്ന ഹറാമുകളില്ല. ഈ രീതിയിൽ പകൽ നോമ്പ് നോൽക്കുന്ന മുസ്ലിമേ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബാ. അവന് പട്ടിണി കിടക്കുന്നതിൽ അല്ലാഹുവിന് ഒരു ആവശ്യവുമില്ല. അവന്റെ നോമ്പ് കൊണ്ട് ഒരു പ്രതിഫലവും കിട്ടുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു നോക്കേണ്ട വിഷയമാണ്. മിക്ക ആളുകൾ റമദാൻ വരുമ്പോ എന്ത് ചെയ്യുക? നല്ല സിനിമ ഒക്കെ കറക്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ്. എന്നിട്ട് അതെല്ലാം ഇരുന്ന് പകലിരുന്ന് കാണും. 2 സിനിമ കാണുമ്പോൾ റാഹത്തായി ഉച്ചയായി. അപ്പൊ എഴുന്നേറ്റ് പുറത്തോട്ടൊക്കെ പോയി തുപ്പിയിട്ട് പിന്നെയും വന്ന് അടുത്തൊരു സിനിമയും കൂടി. 3 ആവുമ്പോൾ അസറായി. പിന്നെ നല്ല പിള്ളേരോട് ചോദിക്കും, എവിടെയാണ് ഇന്ന് ഫുഡുള്ളത്? അവരെ മയ്യത്തുങ്കര പള്ളി പണി നടക്കില്ല, അവിടെ ഇല്ല, എന്നാ അവിടെ ഇല്ല, അപ്പുറത്താ, അതിനപ്പുറത്ത് അയക്കാവില്ല, എന്നാ അങ്ങോട്ട് പോവാം, ഫുഡുള്ള സ്ഥലത്തോട്ട് ഓടിപ്പോ റാഹത്ത്.
അവിടെ പോയി നല്ല റാഹത്തായിട്ട് ഫുഡൊക്കെ അടിച്ച് സെറ്റാകുക. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കണം. ഇതായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. തറാവീഹ് ആവുമ്പോഴോ, തറാവീഹ് അലംതറ മുതൽ താഴോട്ട് പോകുന്ന ഖത്തീബിനെ അന്വേഷിക്കാൻ, ഏറ്റവും നല്ല സ്പീഡിൽ പോകുന്ന ഖത്തീബിന് പ്രത്യേകം കുലുക്കി സർബത്ത് കൊടുക്കും. അങ്ങനെ എവിടെ ഉള്ളതെന്ന് അന്വേഷിക്കാം. അപ്പോൾ പറയും ഇവിടെ ഒന്നും ഇല്ല, അതങ്ങ് ഓച്ചറയ്ക്കപ്പുറത്താണ്. ഉദാഹരണം പറയട്ടെ, ഇനി ഓച്ചറപ്പുറത്ത് പോയി അന്വേഷിക്കണ്ട. അപ്പൊ ഇവിടുന്ന് ബൈക്ക് എടുത്ത് ഒരൊറ്റ പോക്കാം, 3/4 മണിക്കൂർ പോയാലും കുഴപ്പമില്ല, ബൈക്ക് എടുത്തൊരു പോക്കൂ ട്രെൻഡാണ്. എന്നിട്ട് ഇങ്ങനെ കറങ്ങാം ഫുള്ള് ഷെയ്ഖോളിയുടെ അതിലെ കൂടെ ഇങ്ങനെ കറങ്ങി അവസാനം അവിടെ പോകുമ്പോൾ അവിടെ 10 റക്അത്ത് കഴിഞ്ഞ് റാഹത്തായി. അലന്തറ പോകുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് ഏത് അലന്തറയാ? 11ാമത്തെ റക്അത്തിന്റെ അലന്തറയാ. 2ാമത്തെ ട്രിപ്പ് പോകുക ആയിക്കോട്ടെ. അങ്ങനെ ആ 10 റക്അത്ത് നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ച്, എന്നിട്ട് പിന്നെ തിരിച്ചു വരിക. അല്ലാഹ് പോകുന്ന വഴിക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായിട്ട് തിരിച്ചു വരിക. തറാവീഹ് 20 റക്അത്ത് കിട്ടിയിട്ടുമില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. റമദാനാകുമ്പോൾ നടക്കുന്ന ഒരു ട്രെൻഡ് പരിപാടികളാണ്. ബൈക്ക് എടുത്ത് ഇങ്ങനെ കറങ്ങാം, കുറച്ച് പെട്രോൾ ഇങ്ങനെ കത്തിക്കണം, കുറച്ചിങ്ങനെ കറങ്ങണം. എവിടെ പോകാൻ ചോദിച്ചാൽ തറാവീഹ് നിസ്കരിക്കാൻ പോകും. പോലീസ് പിടിച്ചാൽ ഇത് തന്നെ വരും, തറാവീഹ് നിസ്കരിക്കാൻ പോകും. എല്ലാവരോടും പറയാനൊരു വകുപ്പായല്ലോ തറാവീഹ് നിസ്കരിക്കുക എന്ന് പറയാൻ. തറാവീഹ് ഇവന്റെ കൂടപ്പിറപ്പാണ്. ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, എന്നിട്ട് ആ തറാവീഹിന്റെ കാര്യം പറയും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒരു ഉടുമ്പിന്റെ മാളത്തിനുള്ളിലേക്ക് അവർ പ്രവേശിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതിലേക്ക് കടക്കാൻ വേണ്ടി തുനിയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടുമ്പിന്റെ മാളം, അതിലേക്ക് പ്രവേശിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ചെറിയ ദ്വാരമാണ്. പക്ഷെ അത് പ്രവേശിക്കുന്നത് മുൻഗാമികൾ അങ്ങനെ കടക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതിനും തുനിയും, എങ്ങനെയെങ്കിലും അതിനുള്ളിൽ കയറിപ്പറ്റാൻ നോക്കും. അത്രയേറെ അണുവിട ചലിക്കാതെ പരിപൂർണമായി നിങ്ങൾ പാശ്ചാത്യരെ പിൻപറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖാലൂ, സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അൽ യഹൂദ വൻ നസാറ, തങ്ങൾ ഈ പറഞ്ഞതായ മുൻഗാമികൾ ജൂതന്മാരെയും നസ്രാനികളെ കുറിച്ചുമാണോ റസൂലേ? മുസ്ലിം സഹോദരങ്ങൾ ജൂതന്മാരെയും നസ്രാനികളെയും പരിപൂർണമായി പിൻപറ്റുമെന്നാണോ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശരി തന്നെയാണ്, അവരല്ലാതെ മറ്റാരെയുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജൂതന്മാരെയും ക്രൈസ്തവരെയും അണുവിട വ്യതിചലിക്കാതെ ഈ ഉമ്മത്താകുന്ന മുസ്ലിം സമുദായത്തിന്റെ ഉമ്മത്ത്, മുഹമ്മദിന്റെ ഉമ്മത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം പരിപൂർണമായി പിൻപറ്റുന്നത് കാണാതെ ലാ തഖൂമു സ്സാഅ, ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ അവരെന്താണോ ചെയ്യുന്നത് അതേപോലെ പരിപൂർണമായി പിൻപറ്റുകയാണ് ഈ ഉമ്മത്ത്. അല്ലാഹുവേ, ഞങ്ങളതീ കാക്കണേ അല്ലാഹ്. മുസ്ലിം സഹോദര സഹോദരിമാര് ഏതെല്ലാം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ ആ ആഘോഷങ്ങളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ അവരെക്കാൾ മുൻപന്തിയിൽ ആ ദിവസങ്ങൾ കാത്തിരിക്കുകയും ആ ആഘോഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നത് ഈ സമുദായത്തിന്റെ മക്കളല്ലേ. ആഖിറം നഷ്ടമാണ്. ആരാണിന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ആരാണിന്ന് ഓണം ആഘോഷിക്കുന്നത്? ഈ ആഘോഷങ്ങളുടെ പിറകെ ഓടി നടക്കുന്നത് ഈ സമുദായത്തിന്റെ മക്കളല്ലേ. പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളെ ഗൗനിക്കാതെ ആ മാസങ്ങളെ തൃണവൽഗണിക്കുന്നവരല്ലേ. പരിശുദ്ധമായ റജബും ശഅബാനും ഇതാ റമദാനിന് മുന്നോടിയായി നന്നാവാനുള്ള മാസങ്ങളായി അല്ലാഹു നിനക്ക് നൽകിയിട്ട് ഈ മാസങ്ങളെ ശ്രദ്ധിക്കാതെ തൃണവൽഗണിച്ച് അവഗണിച്ച് നടക്കുന്നതായ സമുദായത്തിന്റെ ഏറ്റവും ഇത്തിക്കണ്ണികളായി നമ്മൾ മാറിയില്ലേ. ആഖിറം നഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര ശരിയാണ്. ഏതെല്ലാം മോശപ്പെട്ട ശൈലി അവലംബിച്ചാലും, പാശ്ചാത്യ ലോകം ഏതെല്ലാം ശൈലിയിലേക്ക് പോയാലും, മുൻഗാമികളാകുന്ന ജൂതനസ്രാക്കൾ ഏതെല്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചാലും അണുവിട വ്യതിചലിക്കാതെ ഈ ഉമ്മത്തത് പ്രവർത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തുന്നില്ല. ലോകൈക ഗുരു വീണ്ടും പറയുകയാണ്, ലയഅതിയന്ന അലാ ഉമ്മതി, ഈ സമുദായത്തിന്, എന്റെ സമുദായത്തിന് ഒരു സമയമെത്തും സഹാബ. ആ സമയത്ത് മുൻഗാമികളായ ആളുകളെ അവർ പിൻപറ്റും സഹാബ. ചാണിന് ചെരുപ്പിന് ചെരുപ്പായി അവരതാ ഏത് കാലാണോ വെച്ചിട്ടുള്ളത്, എവിടേക്കാണോ പാദം വെച്ചിട്ടുള്ളത് അങ്ങോട്ട് തന്നെ കൃത്യമായി തിരിയുമേ. അണുവിട വ്യതിചലിക്കാതെ ജൂതനസ്രാക്കളുടെ പ്രവർത്തനം ഈ ഉമ്മത്ത്
ഉമ്മത്തി ഏറ്റെടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് നബിതങ്ങൾ പറഞ്ഞത് ഇന്ന് ഈ തലമുറയിൽ പുലർന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലാണത് കാണുന്നത്. എന്തെല്ലാം നീചവൃത്തികളുണ്ടോ അതൊക്കെ ഈ തലമുറ ഏറ്റെടുത്തു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നാൽ എല്ലാ തിന്മകളെയും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നവർ, കള്ള് ഒഴിവാക്കാൻ പറഞ്ഞതാണ്, കള്ള് ഒഴിവാക്കി കഞ്ചാവ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവർ, MDMAയും LSDയും അടക്കമുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവർ ഇന്നത്തെ തലമുറയുടെ അവസ്ഥയാണ്. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി ജീവിതം ഹോമിക്കുന്നവർ, മാതാപിതാക്കളെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്തണമെന്ന് പറഞ്ഞപ്പോ മാതാപിതാക്കളെ പരിപൂർണമായി തൃണവൽഗണിച്ച് അവഗണിച്ച് പടിയടച്ച് പിണ്ടം വെച്ച് അവരെ പരിപൂർണമായി അവഗണനയുടെ വക്താക്കളായി കൊണ്ടുപോകുന്നതാകുന്ന മുസ്ലിം സഹോദരങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ നിസ്കാരമില്ല, നോമ്പില്ല, സകാത്തില്ല, ഹജ്ജില്ല, എല്ലാ തിന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. മാത്രമല്ല, തീർന്നില്ല. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഏതെല്ലാം തെറ്റുകളുണ്ടോ, ഏതെല്ലാം പാഴാകുന്നതായ സ്ഥലങ്ങളുണ്ടോ, ഗാനമേള സദസ്സുകളുണ്ടോ, ഏതെല്ലാം ഉത്സവങ്ങളുണ്ടോ, ഏതെല്ലാം ഉറൂസിന്റെ പേരിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങളുണ്ടോ, ആന എഴുന്നള്ളത്തുകളുണ്ടോ, ഉറൂസുകളുടെ പേരിൽ എത്രയോ മോശപ്പെട്ട ശൈലികൾ ഇന്ന് ഈ തലമുറയിൽ നടക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, മണത്തലയിൽ ഉറൂസ് എന്ന പേരിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഡാൻസ് കളിക്കുകയാണ്, നൃത്തം ചവിട്ടുകയാണ്. എവിടെയാണ് നടക്കുന്നത്? അള്ളാഹുവിന്റെ ദീന് ഈ ലോകത്ത് പരിപൂർണമായി നിലനിർത്താൻ വേണ്ടി രാവും പകലും അധ്വാനിച്ചതാകുന്ന ഔലിയാക്കൾ കടന്നുറങ്ങുന്ന മണ്ണിൽ ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങൾ നടക്കുകയല്ലയോ? കൂറ്റനാടെന്ന് പറയുന്ന പ്രദേശത്ത് ഒരാനയടഞ്ഞിട്ട് ഒരു പാവപ്പെട്ടതാകുന്ന സഹോദരനെ കുത്തിക്കൊന്നതും ഈ തലമുറ കണ്ടില്ലയോ? നേർച്ചകളുടെ പേരിൽ പൂരമാക്കുകയാണ്, നേർച്ചകളെ മോശമാകുന്ന രീതിയിലേക്ക് വക്രീകരിച്ചു കൊണ്ടുവരുകയാണ്, അതിൽ ഹറാമുകൾ കടത്തിക്കൂട്ടുകയാണ്. ആനയെഴുന്നള്ളത്തും ചെണ്ടമേളകളും വാദ്യമേളങ്ങളും സിനിമാറ്റിക് ഡാൻസുകളും ബ്രേക്കുകളും ഗാനമേള ട്രൂപ്പുകളുമായി കടന്നു വന്നുകൊണ്ട് ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന ഈ മഹനീയമാക്കപ്പെട്ട ഉറൂസുകളെ നശിപ്പിക്കുകയല്ലയോ? അവരുടെ പൊരുത്തം കിട്ടാത്ത പ്രവണതയായി ഈ തലമുറ മാറിയില്ലയോ? അവിടെയെല്ലാം മക്കനയിട്ട സഹോദരിമാര്, അവിടെയെല്ലാം മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണാൻ, ആ പെണ്ണിലേക്കൊന്ന് ലയിക്കാൻ, അവരുടെ മുന്നിൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് മണിക്കൂറുകളോളം ഉറക്കമൊഴിച്ചുകൊണ്ട് നിൽക്കാൻ ഈ സമുദായത്തിൻ്റെതാകുന്ന ചെറുപ്പക്കാര് തയ്യാറാവുകയല്ലയോ? ആഖിറം നഷ്ടമാണ്. ഇത്തരത്തിലുള്ള കൂത്തരങ്ങുകൾ ഇസ്ലാമിൽ പെട്ടതല്ല. ഇത്തരത്തിലുള്ളതാകുന്ന നേർച്ചകളുടെ പേരിൽ നടക്കുന്ന ഈ തമ്മാടി തരങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും അനുവദിച്ചു നൽകിയിട്ടില്ല. ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന നീചവൃത്യങ്ങൾ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ചെയ്യരുതേ മുസ്ലിമേ. അത്തരത്തിലുള്ള മജ്‌ലിസുകളിലേക്ക് നിങ്ങൾ പോകരുതേ. നാളെ ആഖിറം നഷ്ടമാണ്. അത്തരത്തിലുള്ള ഉത്സവ പരിപാടികളിലൊക്കെ നമ്മുടെ തലമുറ പോയി നിന്നുകൊണ്ട് നൃത്തം ചവിട്ടാൻ ലക്ഷങ്ങൾ അതിനുവേണ്ടി കൊടുക്കാണ് ഈ തലമുറ. അല്ലാഹു നമ്മുടെ ഈമാനിനെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. കണ്ടില്ലേ നിങ്ങൾ, കഴിഞ്ഞ ദിവസം ഒരാന ഇടഞ്ഞിട്ട് കൂറ്റനാട് നേർച്ചയിൽ കണ്ടില്ലേ, ഒരാളെ കുത്തിക്കൊന്നു, വേറൊരുത്തൻ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് വല്ലാതെ ഭയന്നു പോകും. ഈ തലമുറ എവിടേക്കാണ് പോകുന്നത്? എത്ര കാലങ്ങളായി ഇത് പാടില്ല എന്ന് ഉലമാക്കൾ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു. ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിടുന്നതല്ലാതെ ആലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽഗണിക്കുന്ന മുസ്ലിം സമുദായത്തിലെ പണത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികൾ പൈസയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ളതാകുന്ന ഉറൂസുകളെ ആനയും മേളയും വാദ്യോപകരണങ്ങളും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട ശൈലിയിലേക്ക് ഉറൂസ് മാമാങ്കമാക്കി മാറ്റുന്നതാകുന്ന തലമുറയിലെ ആളുകൾ. ആഖിറം നഷ്ടമാണ്, പരലോകം നഷ്ടമാണ്. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഹിസാബ് നേരിടേണ്ടി വരും. വലിയ വിചാരണ, കനത്ത വിചാരണ നേരിടേണ്ടി വരും. ഇതൊരു നിസ്സാര കാര്യമല്ല. ആണ്ട് നിറച്ചിക്ക് ഒരു അന്യ പെണ്ണിനെ കൊണ്ടുവന്ന് അരപ്പാവട ഇട്ട് കൊടുത്തിട്ട് ഡിസ്കോ ബ്രേക്ക് കളിക്കാൻ, എന്നിട്ട് എല്ലാവരും താഴെ നിന്നിട്ട് റാഹത്തായിട്ട് മേറാജ് റാഹത്തായിട്ട് ശരിക്കും നോക്കിയിരിക്കുക. സെറ്റ് കൊള്ളാമല്ലോ പരിപാടി. പള്ളിയിലെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ തുള്ള റാഹത്ത് എല്ലാവരും കൂടി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് നമ്മുടെ അവസ്ഥ?
ദീൻ എവിടെ പോയി ആലോചിച്ചു. ഇത് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ദീനില്, ഇത് പാടില്ല എന്ന് പഠിപ്പിച്ച ഔലിയാക്കളുടേതാകുന്ന ഉറൂസിന്റെ അവരുടെ തിരുമുറ്റത്ത് നടക്കുന്ന തോന്നിവാസങ്ങളാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇതിനെതിരെ കൃത്യമായിട്ട് നിലകൊള്ളാനും നാട്ടിലുള്ള ചെറുപ്പക്കാരില്ലേ, ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരില്ലേ, രക്തത്തിളപ്പുള്ള യുവാക്കളില്ലേ? എന്തു പറ്റി ഈ സമുദായത്തിന്? ഈ സമുദായത്തിന് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളുണ്ടായിരുന്നല്ലോ, ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടായിരുന്നല്ലോ. ഇതൊന്നും നാട്ടിൽ നടക്കില്ല, പാടില്ല എന്ന് എതിർത്തുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളുണ്ടായിരുന്നല്ലോ. അതൊക്കെ പരിപൂർണമായി ഒഴിവായി പോയി. ഇന്ന് എല്ലാവരും ഇതിന്റെ പിറകില. എന്തേ നടത്തുന്നില്ല എന്നാ ചോദിക്കുന്നത്. ഒരെണ്ണം കഴിയുമ്പോൾ തന്നെ അടുത്ത കൊല്ലത്തേക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യാം, അടുത്ത കൊല്ലം അപ്പോഴേ അനൗൺസ് ചെയ്യാൻ. അടുത്ത കൊല്ലം നമുക്ക് നല്ല സിനിമാറ്റിക് ഡാൻസ് തുണിയില്ലാതെ തേടാൻ പറ്റുന്ന ഒരു താത്തയെ കിട്ടണം, ആരെങ്കിലും കൊണ്ടുവന്നാൽ അവർക്ക് പ്രത്യേക സമ്മാനം. ഇതാണ് നമ്മുടെ കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവനെന്താ ഇരിക്കുന്നില്ലേ? ഇവിടെ ഡിസ്കോയിലാണ്, പോയി ഇരുന്നോടെ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ലോകം എവിടെ എത്തിപ്പോയെന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നിപ്പോ പുതിയ തലമുറ പ്രണയ ജോഡികളെ തേടിക്കൊണ്ട് നിലകൊള്ളുന്ന സമയമാണ്. ഫെബ്രുവരി 7 മുതലൊക്കെ തുടങ്ങി കുട്ടികൾ ഓരോ ദിവസത്തെ തയ്യാറെടുത്തുകൊണ്ടിരിക്കാൻ. പറയുമ്പോഴേ ചെറുപ്പക്കാർക്ക് കത്തും, അല്ലാത്തവർക്ക് മനസ്സിലാവൂല. 14 വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണയ ജോഡികൾ. വാലന്റൈൻസ് ഡേ. ഈ വാലന്റൈൻസ് ഡേക്ക് മുമ്പ് തന്നെ 7 ദിവസം മുമ്പ് മുതൽക്ക് തന്നെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറെടുക്കുന്ന ദിവസങ്ങളാണ്. ഫെബ്രുവരി 7 റോസ് ഡേ എന്നാണ് പേരിട്ടിരിക്കുന്നത്. റോസ് ഡേ, റോസാപ്പൂ കൈമാറുന്ന ദിവസമാണ്. ഫെബ്രുവരി 8 പ്രപ്പോസ് ഡേ. ചെറുപ്പക്കാര് വിളിക്കുന്ന ഓമന പേരാണ് പ്രപ്പോസ് ഡേ. നമ്മൾ മനസ്സിലാക്കണം, പുതിയ തലമുറ അറിയണം. ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ. ഇന്നത്തെ ദിവസം ഏതായിരുന്നു? ചോക്ലേറ്റ് ഡേ ആണ്. കാമുകിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന ദിവസമാണ്. കാമുകൻ അങ്ങോട്ടും കൊടുക്കും, കാമുകി ഇങ്ങോട്ടും കൊടുക്കും. രാവിലെ മക്കളുടെ ബാഗിലൊക്കെ വല്ലതും ചോക്ലേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കോ, ഏകദേശം മകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ മക്കളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. തീർന്നില്ല, നാളത്തെ ദിവസം ടെഡ്ഡി ഡേ ആണ്. എന്താ ടെഡ്ഡി ഡേ? കളിപ്പാവ കൊടുക്കുന്ന ദിവസമാണ്. കളിപ്പാവ കാമുകന് കൈമാറുന്ന ദിവസമാണ്. ഓരോ ദിവസത്തിന് ഓരോ പേരാണ്. ഇത് വർഷങ്ങളായിട്ട് നിലകൊള്ളാണ്. നമ്മുടെ സമൂഹം, മുസ്ലിം സമുദായമാണ് ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 11 ദിവസം പ്രോമിസ് ഡേ ആണ്. പ്രോമിസ് ചെയ്യാൻ പ്രപ്പോസ് ഡേ ഉണ്ട്, പ്രോമിസ് ഡേ ഉണ്ട്. 12 ദിവസം ആകുമ്പോ പ്രോമിസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കിസ് ഡേ ആണ്. പരസ്പരം ഇണക്കുരുവികളെ പോലെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ലിപ് ലോക്ക് ചെയ്തുകൊണ്ട് നിലകൊള്ളുക. അതാണ് 12 ദിവസം കിസ് ഡേ. 13 ദിവസമാകുമ്പോ അതും കഴിഞ്ഞു ഹഗ് ഡേ ആയി. മുസാഫാത്ത് കഴിഞ്ഞു. ഇനി പിടിച്ച് മോയനൊക്കെയാണ്, കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് ഒന്നും കൂടി റാഹത്തായിട്ട് നിൽക്കുക. അതാണ് ഹഗ് ഡേ. ഹഗ് ഡേ 13 പറയുന്ന പേരാണ്. ഫെബ്രുവരി 13. ഫെബ്രുവരി 14 ആകുമ്പോ വാലന്റൈൻസ് ഡേ. ഏകദേശം എല്ലാം കഴിഞ്ഞ് കുളിക്കാൻ പോകുന്ന ദിവസമാണ് അന്നത്തെ ദിവസം. എല്ലാം കഴിയും അന്നത്തെ ദിവസം. അതാണ് 14 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. കുറഞ്ഞതൊരു പൂവെങ്കിലും കൊടുത്തിട്ട് മുസാഫാത്ത് ചെയ്യുന്ന ദിവസമാണ്. ഇതൊക്കെയാണ് നമ്മുടെ തലമുറയിൽ നടക്കുന്നത്. മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അറിയണം, പുതിയ തലമുറ രക്ഷിതാക്കൾ അറിയണം. കാരണം ചെറുപ്പക്കാരായ ആളുകൾ ഈ ദിവസങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്തു തുടങ്ങി, നേരത്തെ തുടങ്ങി. ഫെബ്രുവരി 14 ഒരു ദിവസം മാത്രമല്ല, ഫെബ്രുവരി 7 മുതൽക്കേ തുടങ്ങിയിരിക്കുന്നു ആഘോഷങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ ഈ വാലന്റൈൻസ് ഡേ? എന്താണ് വാലന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? പുതിയ തലമുറ അറിയണം. 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്നതാകുന്ന ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കത്തോലിക്ക ബിഷപ്പിന്റെ പേരായിരുന്നു വാലന്റൈൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പ്. റോമിലെ ഭരണാധികാരിയാകുന്ന ക്ലോഡിയസ് ചക്രവർത്തി ഒരു നിയമം പാസാക്കി. നാട്ടിൽ ഇനി വിവാഹം ആരും കഴിക്കാൻ പാടില്ല. കാരണം വിവാഹം കഴിച്ചതായ ആളുകൾ കുടുംബജീവിതം മാത്രം അതിൽ തന്നെ ഒതുങ്ങി നിന്ന് നാട്ടിലുള്ളതാകുന്ന യുദ്ധത്തിന്റെ വിളംബരമുണ്ടാകുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ യുദ്ധത്തിനൊന്നും വരാതെ പരിപൂർണമായി കുടുംബത്തെ നോക്കിക്കൊണ്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവം വിവാഹം കഴിച്ചവരിലുണ്ടായിരിക്കെ രാജാവ് ക്ലോഡിയസ് ചക്രവർത്തി പറഞ്ഞു, ഇനി ഈ നാട്ടിൽ ആരും വിവാഹം കഴിക്കാൻ പാടില്ല, വിവാഹം കഴിക്കൽ നിർത്തലാക്കാൻ കർശന നിയമമായി വിലക്കേർപ്പെടുത്തി. പക്ഷെ ഈ വിലക്കേർപ്പെടുത്തിയതാകുന്ന വിവരം കത്തോലിക്ക ബിഷപ്പാകുന്ന വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തിക്കും അറിയാം. അദ്ദേഹം എന്ത് ചെയ്തു? രഹസ്യമായിട്ട് സ്നേഹിക്കുന്നതാകുന്ന കമിതാക്കളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ തുടങ്ങി. രഹസ്യമായി ബിഷപ്പ് വിവാഹം ചെയ്തു കൊടുക്കാൻ തുടങ്ങി.
ഇതറിഞ്ഞതാകുന്ന രാജാവ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. കാരണം രാജ്യത്തിന്റെ നിയമത്തിന് എതിരായി കൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. പ്രണയ ജോഡികളെ രഹസ്യമായി വിവാഹം ചെയ്തു കൊടുക്കുന്നത് അറിഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തെ പിടിച്ചു ജയിലടച്ചു. എന്നാൽ ജയിലിലും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ജയിലറാകുന്ന അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെതാകുന്ന മകൾ അന്ധയാണ്, കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണാണ്. അവളെ ഇടയ്ക്കിടയ്ക്ക് ജയിലറെ കാണാൻ വേണ്ടി അവിടെ വരും. അപ്പൊ പതുക്കെ ലൈനടി തുടങ്ങി അങ്ങോട്ടേക്ക്. ജയിലിനകത്താണെങ്കിലും മൂപ്പറ കണ്ണ് കോഴിക്കോട്ടിലാണ്. മൂപ്പര് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ പെണ്ണിനെ കറക്കിയെടുത്ത് അന്ധയായ പെണ്ണാണ്. ആ അന്ധയാകുന്ന പെണ്ണിനെ അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജയിലറുടെ മകളുമായി പ്രണയത്തിലായി. പ്രണയം പാടില്ല, വിവാഹം പാടില്ല എന്നൊക്കെ കർശനമായി രാജാവ് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അതിന് വിഘാതമുണ്ടായപ്പോഴാണ് ജയിലിലിട്ടത്. ആ ജയിലിലും പിന്നെയും പ്രശ്നമുണ്ടാക്കിയപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ അവന്റെ തല വെട്ടിക്കോളാൻ പറഞ്ഞു. വാലന്റൈൻ എന്ന് പറയുന്ന ബിഷപ്പിന്റെ തല വെട്ടാൻ രാജാവ് ഓർഡർ ഇട്ടു. AD 270 ഫെബ്രുവരി 14 അദ്ദേഹത്തിന്റെ തല വെട്ടാൻ വേണ്ടി ഓർഡർ ഇടുകയാണ്. ഓർഡർ വന്നു. തലവെട്ടുന്ന ദിവസം 14ന്റെ ദിവസം എത്തി. അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട് ഫ്രം യുവർ വാലന്റൈൻ, നിന്റെ സ്നേഹനിധിയാകുന്ന വാലന്റൈൻ എന്ന് പറഞ്ഞൊരു കത്ത് അദ്ദേഹം തന്റെ അസ്റ്റീരിയസിൻ്റെതാകുന്ന ജയിലറുടെ മകളാകുന്ന പ്രണയ ജോഡിയാകുന്ന അന്ധയായ പെണ്ണിനെ കൈമാറിയെന്നാണ് ചരിത്രം. അന്നാണ് അദ്ദേഹത്തിന്റെ തല വെട്ടിയത്. കത്തോലിക്ക ബിഷപ്പുകാരനായിരുന്ന വാലന്റൈൻ എന്ന് പറയുന്ന AD 270 കാലഘട്ടത്തിൽ ജീവിച്ച് ആ വർഷത്തിൽ അദ്ദേഹത്തിൻ്റെതാകുന്ന ഫെബ്രുവരി 14 പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ നാട്ടിൽ കോലാഹലമുണ്ടായപ്പോ തലവെട്ടിയെടുക്കുകയും ചെയ്തതാകുന്ന ദിനത്തെ നിലനിർത്തിക്കൊണ്ട് സ്മരിച്ചുകൊണ്ടാണ് ഇന്നും ആ പാശ്ചാത്യരുടേതാകുന്ന ജീവിത ശൈലി നമ്മുടെ തലമുറയിൽ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസത്തെ പ്രണയ കാമുകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെ കൈമാറ്റം എന്നത് പൂവൽ കൈമാറ്റം കൊടുക്കുക. യഥാർത്ഥത്തിൽ ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. ഇതെവിടുന്ന് വന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മുടെ പുതിയ തലമുറ ചെറുപ്പക്കാർക്ക് ഇത് അറിയുന്നില്ല. അവർ ഈ വാലന്റൈൻസ് എന്ന് കേട്ടിടം മുതലേ പൂവായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. 7 ദിവസം മുമ്പേ പരിപാടി ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ ഇറങ്ങാൻ. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. ഇസ്ലാമിൽ അടിസ്ഥാനമില്ലെന്ന് മാത്രമല്ല, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പശ്ചാത്തലം എന്ന് പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരൊക്കെ അതിൽ നിന്ന് മാറുക തന്നെ ചെയ്യും. ഒരാളുടെ തലവെട്ടിയ ദിവസമാണത്, മനസ്സിലാക്കണം നമ്മൾ. ഞാനിത് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമ്മൾ ഇന്നും പാശ്ചാത്യരെ പിൻപറ്റുന്ന ശൈലിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ആഖിറം നഷ്ടമായി പോകും, നരകത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ്.